നമസ്കാരം, നൗഷറാണ്. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. അത് മച്ചാമാരെ മറ്റെങ്ങുമല്ല, വണ്ടിപ്പെരിയാറാണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് പേരെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടില്ലേ, പട്ടാളക്കാരൻ്റെ തട്ടുകടയെന്നാണ് നമ്മുടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അന്യായ വ്യൂ കേട്ടോ. അതിനടുത്താണ് ഒരു കിടിലൻ ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ കമ്പത്തിന് പോകുന്ന വഴിയാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റ് കണ്ടത്. ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഈ കമ്പത്തിനൊക്കെ പോകുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ കട്ടപ്പനയൊക്കെ വഴി നമ്മൾ ഈ ഒരു ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഇങ്ങനെ റെസ്റ്റോറൻറ്റ് തിരഞ്ഞ് പോകുമ്പം നിങ്ങൾ റെസ്റ്റോറൻറ്റ് തിരഞ്ഞ് പോകണ്ടേ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ പേരിലാണ് നമ്മുടെ ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകട ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആംബിയൻസിലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റിയ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്ന ആൾക്കാർ, ഈ കമ്പത്തിനൊക്കെ പോകുന്ന ആൾക്കാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസ്റ്റോറൻറ്റാണ് നമ്മുടെ ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകട കേട്ടോ. മീൽസാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് മീൽസൊക്കെ വലിയ പാടാണ് കിട്ടാൻ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ മച്ചാൻ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്ന എല്ലാ ആൾക്കാരും ഫുഡ് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഞാനും അങ്ങനെ പട്ടാളക്കാരൻ്റെ തട്ടുകടയിൽ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കുറേ ഇങ്ങനെ മീൽസിൻ്റെ ഷോപ്പൊക്കെ നോക്കി വന്നതാണ്, പക്ഷേ എങ്ങും കാണാൻ പറ്റിയില്ല നമ്മൾ വരുന്ന വഴിക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വണ്ടിപ്പെരിയാറുള്ള പട്ടാളക്കാരൻ്റെ തട്ടുകട എത്തിയത്. വണ്ടി വിട്ടടിച്ച് പോരുന്നതാണ്. അപ്പോൾ ഷെഹന പറഞ്ഞാൽ പട്ടാളക്കാരൻ്റെ തട്ടുകട എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പട്ടാളക്കാരൻ്റെ എങ്ങനെയുണ്ട് ഷെഹന ഫുഡ്? ഞങ്ങൾ കുറേ റെസ്റ്റോറൻറ്റ് നോക്കി വന്നതാട്ടോ. അപ്പോഴാണ് നൗഷർക്ക് വിട്ടങ്ങ് പോയി. നമ്മൾ നൗഷർക്ക് അതായത് പട്ടാളക്കാരൻ്റെ തട്ടുകട അല്ലേ. മീൻകറി ഒരു രക്ഷയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട മീൻകറിയാണ്. നൗഷർക്കായ്ക്കാ പരിപ്പ് കറി. അപ്പൊ ഈ വഴി പോകുന്നവർക്കൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് പട്ടാളക്കാരന്റെ തട്ടുകട. സജില എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് മീൽസ് കിട്ടാതെ എങ്ങനെ കഴിക്കത്തില്ല. പിന്നെ മോനാണെന്നുണ്ടെങ്കിൽ മന്തി. അപ്പോൾ ഞങ്ങൾ മീൽസ് കട നോക്കി വന്നതാണ്. സജില എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. എൻ്റെ വൈഫാണ് കേട്ടോ സജില. പിന്നെ പരിചയമുണ്ട്, നമ്മുടെ ചാനൽ വഴി മിക്കവാറും കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ അടിപൊളി കേട്ടോ. ഫിഷ് കറിയൊക്കെ അടിപൊളി, സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ ഉള്ള ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം. ഞങ്ങൾ ഈ ഒരു ഷോപ്പിലോട്ട് കയറിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരുപാട് ഫിലിം സ്റ്റാറിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകടയിലെ ഷമീർ എന്ന് പറഞ്ഞ കക്ഷി ഫോട്ടോ എടുത്തേക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. കണ്ടില്ലേ, നമ്മുടെ ഫിലിം സ്റ്റാർ സാദിഖ്, അതേപോലെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങര, പിന്നെ കുറേ ആക്ടേഴ്സും ഒക്കെ ഇതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു ഏരിയയിൽ പോകുന്ന സമയത്ത്, അതായത് ഈ കുമിളി റൂട്ട്, അതിൻ്റെ വണ്ടിപ്പെരിയാർ റൂട്ടിലൊക്കെ വരുന്ന സമയത്ത് കയറി ഫുഡ് കഴിക്കുന്ന ഒരു ഷോപ്പ് തന്നെയാണ് നമ്മുടെ ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകട. അങ്ങനെ കക്ഷി കുറേ ഫോട്ടോകൾ കാണാൻ ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് ഈ ഒരു ഷോപ്പിൽ വന്നാൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഇതാണ് നമ്മുടെ പട്ടാളക്കാരൻ്റെ തട്ടുകടയിലെ ഷമീർക്ക. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡായിരുന്നു. തമാശ പറഞ്ഞല്ല, ഞങ്ങൾ ഒരുപാട് കടകൾ നോക്കി വന്നു, എങ്ങും കടകൾ കണ്ടില്ല. അപ്പം മലയാളി ഹോട്ടൽ എന്ന് കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കയറിയത്. അതല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകടയുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ കമ്പത്തിന് പോകുന്ന വഴിയിൽ വണ്ടിപ്പെരിയാർ എന്നതിന് കുറച്ച് മുമ്പായിട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകട കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി തന്നെ വരിക. നമ്മൾ വണ്ടിപ്പെരിയാർ ടൗൺ എന്നതിന് കുറച്ച് മുമ്പായിട്ടാണ്, റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു പട്ടാളക്കാരൻ്റെ തട്ടുകട. അപ്പോൾ അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾ പട്ടാളക്കാരൻ്റെ തട്ടുകടയ്ക്ക് ഒരു സൈൻ ഔട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടുന്ന് കമ്പത്തിന് യാത്രയാവുകയാണ്. ടാറ്റാ.